Dun. Look at this. Yeah, you guessed. So late. Honestly, I'm not feeling sleepy at all. I think I thought why not to do some fun. Yeah, here is the fun. I thought to change my nail gel. Here is the design. It's not perfect, right? It's okay. എനിക്ക് ഞാൻ കുറേ ഡേയ്സായി പാർലറിൽ പോയിട്ട് സോ ലേസി ഓൾസോ നല്ല ഫീവറായിരുന്നു. ആൻഡ് ഇന്നലെ നൈറ്റ് ഭയങ്കര ഹെവി ഫീവറിൻ്റെ ഇതൊക്കെയായിരുന്നു, ഡിസ്റ്റർബൻസ് ഒക്കെയായിരുന്നു. സോ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹീസ് കംപ്ലീറ്റ്ലി ഫീവേർഡാണ്. ഹീ സ്ലെപ്റ്റ്. ആൻഡ് ഞാൻ കമ്മട്ടം വെബ് സീരീസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. സോ യാ, നിങ്ങളെല്ലാവരും ഉറങ്ങുമോ? ഇറ്റ്സ് നൈസ് മൂഡ്. ഞാൻ രസമുണ്ടെന്ന്. ആരും ടോക്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഇൻസ്റ്റ ഓപ്പൺ ചെയ്തിട്ടില്ല. ആൻഡ് വാട്സപ്പ് ടു കുറേ മെസ്സേജസ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. ഒന്ന് റീഡ് ചെയ്യാനെന്നുള്ള ഒരു ഹെൽത്തി ഇതുണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഞാനിപ്പം റീസെൻ്റായിട്ട് ലോക കണ്ടു. വാസ് ഗുഡ് മൂവി. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചാത്തൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു പൈതൃകപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അത്. ചാത്തൻ ഓൾസോ ഹിന്ദു മിത്തോളജി ആൻഡ് അതൊക്കെ പ്രകാരം ഈസ് കൺസിഡേർഡ് ആസ് എ ഗോഡ്. ടൊവിനോ പറയുന്നുണ്ട് ഞാനും കൂടി, അതായത് ടൊവിനോനെ കൂടെ കൂട്ടി 389 കുട്ടിച്ചാത്തന്മാർ ഉണ്ടെന്ന്. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അത് ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ നമ്മളുടെ ഇതിൽ ഹിന്ദു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു ഇതിനെ നമ്മളൊരു ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ആൾക്കാരും പൂജിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, വേണ്ടെങ്കിൽ പ്രാർത്ഥിക്കണ്ട. അപ്പോൾ സാധാരണ ഒരു ഗോഡ് ഒരു കൺസെപ്റ്റിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കുട്ടിച്ചാത്തനെ വെച്ച് പൂജിക്കാറില്ല. അത് ലൈക്ക് ഒരു രക്ഷസുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പ്രേതങ്ങളെ ഒന്നും അധികം ഒരു പ്രത്യേക ക്ഷേത്രങ്ങളിൽ മാത്രമേ പൂജിക്കാറും പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളൂ. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാണ്, അതുതന്നെ ഡിസ്റ്റർബൻസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ഈ കുട്ടിച്ചാത്തൻ്റെ സ്റ്റോറി ഈസ് ബിഗിൻ ഫ്രം ഒരുപാട് സ്റ്റോറീസ് കുട്ടിച്ചാത്തനായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഗോഡ് ശിവയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അത് ഷോർട്ടായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഗോഡ് ശിവ ആൻഡ് പാർവതി ദേവി വൺസ് നമ്മുടെ ഈ കേരളത്തിലെ കാടുകളിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂളിബാഗ എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ, അതായത് മലയന്മാർ എന്നുള്ളൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരിപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കാടുകളിലൊക്കെ ട്രൈബൽസ് മലയന്മാരുണ്ട്. അപ്പം അവരിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, കൂളിബാഗ എന്നായിരുന്നു അവരുടെ പേര്. അവരും പാർവതി ദേവിയും തമ്മിൽ ഒരുപാട് ജന്മം മുന്നേ ഉള്ളൊരു ബന്ധം കൂടിയുണ്ട്. പാർവതി ദേവി ലോർഡ് ഗണേശനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ കൂളിബാഗ പാർവതി ദേവിയുടെ ഒരു തോഴിയായിരുന്നു. അപ്പോൾ ഈ കൂളിബാഗയ്ക്ക് ഒരു മാതൃപരമായിട്ടുള്ളൊരു വാത്സല്യം ഗണപതിനോട് തോന്നി. ഗണപതിനെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പാല് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് കണ്ട് പാർവതി ദേവി വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് കൂളിബാഗനെ ശപിക്കും.
അപ്പോൾ കൂളിവാക ഇതുപോലെ ക്ഷമയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പാർവതി ദേവി പറയും, ഒരു ജന്മത്ത് ഈ ഭഗവാന്റെ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു അനുമതി, ഒരു മാതാവിനെ പോലെ വളർത്താനുള്ളൊരു അനുമതി ദേവി കൊടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പം 6-ാം നൂറ്റാണ്ടിൻ്റെ സമയത്താണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളുടെ ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ ഇതേപോലെ കൂളിവാകേനെ ലോർഡ് ശിവ ഇതുപോലെ കാടുകളിൽ വെച്ച് കണ്ട് ഒരു അട്രാക്ഷൻ തോന്നും. അത് അപ്പോൾ ഈ കൂളിവാക ഒരു കല്ലിനെയൊക്കെ വെച്ച് പാർവതി ദേവി സങ്കല്പത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞ് ഈ കൂളിവാകയ്ക്ക് പേടി വന്ന് കൂളിവാക പോയി ഈ കല്ലിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പാർവതി ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഇതുപോലൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് പാർവതി ദേവി എന്ത് ചെയ്യും, കൂളിവാകയുടെ രൂപത്തിൽ ശിവനെ പോയിട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്ത് അവർക്കൊരു ബേബി ഉണ്ടാവും. ആ ബേബി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അതിനെ എല്ലാവരും കരിങ്കുട്ടി എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും, കൂളിവാകനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പാർവതി ദേവി ശിവനും തിരിച്ചു പോകും. അങ്ങനെ ഈ ചാത്തൻ വളർന്നു വരുന്നതനുസരിച്ച് ചാത്തൻ്റെ കുരുത്തക്കേടുകളും കുസൃതികളും ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ അതുപോലെ തന്നെ ചാത്തനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു അത്ര ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അത്ര പ്രാഗൽഭ്യത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ചാത്തനുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അത് ലോർഡ് ശിവയുടെ ബേബിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചാത്തന് പെട്ടെന്ന് ആയുധ വിദ്യകളും അങ്ങനെയുള്ള വിദ്യകളും എല്ലാം ഈ ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാരദ മഹർഷി അവിടെ വരികയും ഈ കൂളിവാകനെ ഇത് ശിവൻ്റെ ബേബിയാണെന്ന് ഓർമ്മിപ്പിക്കുകയും അങ്ങനെ കൂളിവാക പറയും ഇതുപോലെ കൈലാസത്തിൽ പോയിട്ട് മാതാവിനെയും പിതാവിനെയും കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാൻ പറയുകയും ചെയ്യും. ആൻഡ് ദെൻ അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ അപ്പം ബിക്കോസ് നാരദൻ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ ആ നാട്ടിലെ ബാണാസുരൻ, ആ നാട്ടിലല്ല ബാണാസുരൻ എന്ന് പറഞ്ഞ് ഒരു അസുരൻ ഓരോരോ രാജ്യങ്ങളെ കൈയടക്കി ഇങ്ങനെ എല്ലാവരെയും നശിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ വന്നിട്ട് ഭയങ്കര മായാജാലക്കാരനായിരുന്നു. ഇപ്പം ഇവിടെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും, പിന്നെ വേറെ സ്ഥലത്തായിരിക്കും, അങ്ങനെ ഭയങ്കര മായാജാലക്കാരൻ അങ്ങനെ പറയാം. അപ്പം അയാളെയും കൊല്ലുക എന്നുള്ളത് ഭയങ്കര അത് കുറച്ച് അതേപോലെ മായാജാലങ്ങളും അതേപോലെയുള്ള ഒരു ആൾ നമുക്ക് വേണമായിരുന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ ഇതിൽ ഓരോരോ രാക്ഷസന്മാരെ കൊല്ലാനായിട്ടാണ് ഓരോരോ ദൈവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ബാണാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ കുട്ടിച്ചാത്തൻ ജന്മം എടുത്തിരിക്കുന്നത്. അപ്പം ചാത്തൻ ഇതുപോലെ അമ്മേനെ അച്ഛനെയും കണ്ട് ഇങ്ങനെ കാണാൻ പോയപ്പോഴത്തേക്കും ഭൂതഗണങ്ങളാരും ശിവനെ കാണാൻ സമ്മതിക്കുന്നില്ല. അവർ അങ്ങനെ ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ ചാത്തന് ഭയങ്കര പവർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ചാത്തൻ എന്ത് ചെയ്തു, പോയിട്ട് മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവായിട്ട് രൂപം മാറിയിട്ട് ഇങ്ങനെ ശിവനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഭൂതഗണങ്ങൾ എന്ത് വിചാരിച്ചു, മഹാവിഷ്ണു വന്നു എന്ന് വിചാരിച്ച് തടയാൻ പറ്റില്ലല്ലോ. അപ്പം മഹാവിഷ്ണു ആണെന്ന് വിചാരിച്ച് അകത്ത് കടത്തി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് ചെന്നിട്ടാണ് ഈ കുട്ടിച്ചാത്തൻ സ്വന്തം രൂപം ശിവനും പാർവതിയുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ശിവനും പാർവതിയും എന്ത് ചെയ്തു, കുറേ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഒരാൾ വന്നിരിക്കുന്നു, ഇപ്പോഴത്തെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെവിടെ വന്നെത്തി, അപ്പം ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ചാത്തന് ഭയങ്കര പവറും കൂടെ കിട്ടി. അപ്പോൾ ചാത്തന് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ബാണാസുരനെ കാണുകയും തടഞ്ഞു നിർത്തുകയും അവർ തമ്മിൽ വാഗ്വാദങ്ങൾ വരികയും ഒരു യുദ്ധത്തിന് സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ബാണാസുരനും കുട്ടിച്ചാത്തനും തമ്മിൽ അവിടെ
വന്നു. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ അത്രയും ഹൈറ്റ് അങ്ങനെയുള്ളൊരു രൂപമായിരുന്നില്ല. ഒരു ട്രൈബൽ ലുക്ക് വിത്ത് ഒരു ഹൈറ്റൊക്കെ കുറഞ്ഞ് ഇങ്ങനെയുള്ളൊരു രൂപമായിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശരീരഘടനകളായിരുന്നു ചാത്തനും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കൺസെപ്റ്റിലും കുട്ടിച്ചാത്തനെ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ് അങ്ങനെ കൊമ്പൊക്കെ ഉള്ളൊരു രൂപമായിട്ട് നമ്മളെപ്പോഴും വരയ്ക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. അപ്പോൾ 19 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഈ ബാണാസുരൻ്റെ വാളുകൊണ്ട് ചാത്തൻ്റെ കൈ മുറിയുമ്പോൾ ബ്ലഡ് താഴെ വീഴുമ്പോഴത്തേക്കും ആ ബ്ലഡിൽ നിന്നും 400 കുട്ടിച്ചാത്തന്മാർ ജനിക്കും. അപ്പം 400 കുട്ടിച്ചാത്തന്മാർ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് 400 പേരും കൂടെ ചേർന്നിട്ട് ഈ ബാണാസുരനായിട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്യും. യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ പോയിൻ്റ് എത്തുമ്പം ഈ ബാണാസുരൻ 10 കുട്ടിച്ചാത്തന്മാരെ കില്ല് ചെയ്യും. ബാക്കി ഉള്ള 390 കുട്ടിച്ചാത്തന്മാർ ചേർന്നിട്ട് ബാണാസുരനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ടൊവിനോ ആ മൂവിയിൽ സൂചിപ്പിച്ച് 390 കുട്ടിച്ചാത്തന്മാരുടെ സ്റ്റോറികൾ അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഈ കുട്ടിച്ചാത്തൻ തിരിച്ചു വന്ന് അതേപോലെ ഈ 390 കുട്ടിച്ചാത്തന്മാരും എക്സാക്റ്റ് ഈ 390 കുട്ടിച്ചാത്തന്മാരും എക്സാക്റ്റ് റെപ്ലിക്ക ഒരേപോലെയൊന്നും അല്ല ഇരിക്കുന്നത്. അവരെ ഇപ്പം നമ്മൾ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ സങ്കല്പമാണ് നമ്മുടെ തൃശ്ശൂർ, ആവണങ്കോട്, പിന്നെ അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൂജിക്കുന്ന കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൂജിച്ചാൽ നമുക്ക് സർവ്വ അഭിവൃദ്ധികളും തരും എന്നാണ് പറയുന്നത്. പക്ഷേ ബ്ലാക്ക് മാജിക്കിനൊക്കെ ഈ കുട്ടിച്ചാത്തനെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ കുട്ടിച്ചാത്തനെ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നമ്മൾ കുട്ടിച്ചാത്തനെ ടേക്ക് കെയർ ചെയ്യണം. ടേക്ക് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിച്ചാത്തന് അത്രയും നമ്മളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുകഴ്ത്തുന്ന ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ് കുട്ടിച്ചാത്തൻ കൺസെപ്റ്റ്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ വരികയാണെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാത് വെക്കുന്ന പോലെ ഇന്നത് എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ചെയ്തു തരും എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലേ. പക്ഷെ നമ്മളത് നമ്മളത് കൊടുത്തില്ല വെച്ചാൽ നമ്മളെ നശിപ്പിച്ച് കളയും. അങ്ങനത്തെ ഒരു പെട്ടെന്ന് ക്ഷിപ്രകോപി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പം ഈ വിഷ്ണുമായ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ മഹാവിഷ്ണുവായിട്ട് പോയ ആ സങ്കല്പം വെച്ചിട്ടാണ് ആവണങ്കോട്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഈ അഖിൽമാരാരൊക്കെ പോകുന്നൊരു സ്ഥലമുണ്ട്, പേരെനിക്ക് വിട്ടുപോയി, ഗോൾഡൻ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ടെമ്പിൾ, അവിടെയുള്ള സങ്കല്പം. ആൻഡ് ദെൻ മറ്റുള്ള ഈ പല ആൾക്കാരും കുട്ടിച്ചാത്തനെ ഇതുപോലെ വശംവദരാക്കി ഇതുപോലെ പൂജകളൊക്കെ ചെയ്ത് ഇങ്ങനെ ലഭിച്ചു ചെയ്യുന്നവരാണ്. അതൊക്കെ വേറെ വേറെ കുട്ടിച്ചാത്തന്മാരാണ്. എല്ലാവരും ഒരു സങ്കല്പമല്ല. പല പല കുട്ടിച്ചാത്തന്മാരും പല പല സിദ്ധികളുമാണ് അവർക്കുള്ളത്. അങ്ങനെയാണ്. അതാണ് ഒരു സ്റ്റോറി. പല പല സങ്കല്പങ്ങളുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന 2 സംഭവങ്ങൾ ഇതാണ്. ഹിസ്റ്റോറിക്കലായിട്ട് ഇതിന് പല സ്റ്റോറീസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ്. നമുക്ക് മുത്തശ്ശിമാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം ഞാനിങ്ങനെ അമ്മമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നത്. അല്ലാതെ എനിക്ക് ഇതിനു മുന്നേ ചാത്തെന്ന് പറഞ്ഞ സങ്കല്പം, വിഷ്ണുമായ അങ്ങനെയുള്ളതൊക്കെ നേരത്തെ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അറിയാം. അച്ഛൻ മീൻസ് കിച്ചുവിൻ്റെ അച്ഛൻ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ട്രിപ്പൊക്കെ പോകുമ്പം അച്ഛനിങ്ങനെ രസകരമായിട്ടുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട്. അച്ഛൻ ഒരു ബണ്ടിൽ ഓഫ് സ്റ്റോറിയുടെ ആളാണ്. അപ്പം അച്ഛനിങ്ങനെ ഓരോ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം അത് കാരണം വിഷ്ണുമായയുടെ കഥയൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്ര ഡീറ്റെയിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളും കൂടെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കണം. കുട്ടിച്ചാത്തനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ട് വെച്ചാൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റാക്കി തരും. ഞാൻ
പിന്നെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റോറി അതിലൊരു സ്റ്റോറിയാണ്. കുട്ടിച്ചാത്തനെ പറ്റി പല 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 സ്റ്റോറികളുണ്ട്. കുറേ സ്റ്റോറികളുണ്ട്, കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ പറയാനുള്ളൊരു മൂഡൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ അത്രയും ബോറടിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം ആക്ച്വലി ടൈം 2 o'clock 1:50. Good night.